Hello friends, welcome to SmartLearnCoding. I am Arjun Sayana. ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ലൂപ്സ് ഇൻ പൈത്തണിനെ കുറിച്ചാണ്. രണ്ട് ടൈപ്പ് ലൂപ്സ് ഉണ്ട് നമ്മുടെ പൈത്തണിൽ. ഒന്നെന്ന് പറയുന്നത് ഫോർ ലൂപ്പ്, രണ്ടാമത്തെന്ന് പറയുന്നത് വൈൽ. ഈ രണ്ട് ലൂപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ നേരിട്ട് ഇതിലോട്ട് പോകുന്നതിന് മുമ്പ്, ലൂപ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം പഠിക്കാനുണ്ട്. ഐറ്ററേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. ഈ ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് ഈ ലൂപ്പുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈക്കിൾ പോലെയാണ് ഈ ലൂപ്പുകൾ. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് ലൂപ്സ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ലൂപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐറ്ററേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫ് സൈക്കിൾ പോലെയാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിൾ പോലെ ആദ്യം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ എഗ്ഗ് മുട്ടയിടും, സെക്കൻഡ് സ്റ്റേജിൽ അത് മുട്ട കഴിഞ്ഞ് ലാർവ വരും, തേർഡ് സ്റ്റേജ് ആകുമ്പം അത് പ്യൂപ്പ ആവും, പിന്നെ ഫോർത്ത് സ്റ്റേജിൽ ബട്ടർഫ്ലൈ ആവും. ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രക്രിയയാണ് നമ്മൾ ലൂപ്സിൽ നടക്കുന്നത്. നമുക്ക് ആദ്യം ഫോർ ലൂപ്പിലേക്ക് പോകാം. ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ഫോർ സ്പേസ് വേരിയബിളിൻ്റെ നെയിം സ്പേസ് ഇൻ സ്പേസ് റേഞ്ച്, ഇങ്ങനെ ഒരു കോളം ഇട്ടിട്ട് നെക്സ്റ്റ് ലൈനിൽ നമ്മൾ ബോഡി എഴുതും. ബോഡിക്കകത്ത് നമുക്ക് നേരത്തെ പഠിച്ച നമ്മളെ കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യാൻ പറ്റും. എത്ര ലൈൻസ് ഉണ്ടെങ്കിൽ ഇതിലും നമുക്ക് എഴുതാനൊക്കെ പറ്റും. ഇതിലാദ്യം എന്ന് പറയുന്നത് ഫോർ എന്ന് പറഞ്ഞ കീവേഡ്, ഇൻ എന്ന് പറഞ്ഞ കീവേഡ് രണ്ടും മാറില്ല. ഈ വേരിയബിളും റേഞ്ചും എന്ന് പറഞ്ഞ സ്ഥലത്ത് മാറ്റങ്ങളുണ്ടാവും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കും. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേരിയബിൾ കൊടുക്കാൻ പറ്റും. ഇവിടെ ഈ റേഞ്ച് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ റേഞ്ചിൻ്റെ സ്ഥലത്ത് നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് നമുക്ക് നമ്പേഴ്സോ അല്ലെങ്കിൽ സ്ട്രിങ് വാല്യൂസോ നമുക്ക് എന്താ വേണമെങ്കിലും നമുക്ക് കോമായിട്ട് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇത് എക്സാമ്പിൾസ് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എനിക്ക് 1 2 3 എന്ന് പറയുമ്പോൾ ഓരോ ലൈനായിട്ട് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യം ഞാൻ ഫോർ എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് കൊടുത്ത് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്ത് സ്പേസ് കൊടുത്ത് ഇൻ കൊടുത്ത് സ്പേസ് കൊടുത്തിട്ട് ഇൻ ഇതിൻ്റെ അകത്താണ് ഞാൻ കൊടുത്തിരിക്കണം. കോഡ്സിനകത്ത് സ്ട്രിങ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കണം. അപ്പം ഇങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ എനിക്ക് ഓരോ നമ്പറായിട്ട് ഇതിലോട്ട് ഈ ഐയിലോട്ട് വാല്യൂ വരും. എന്നിട്ട് ഫോറിൻ്റെ ആ എക്സിക്യൂഷൻ നടക്കുമ്പോഴത്തേക്കും പ്രിൻറ്റിൽ എനിക്ക് ഓരോ നമ്പറായിട്ട് എഴുതി കാണിക്കും. അതാണ് ഇവിടെ സംഭവം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐറ്ററേഷൻ നടക്കുന്നത്. ഓരോ നമ്പറും ചെക്ക് ചെയ്തിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നതായിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്കിവിടെ സ്ട്രിങ് കൊടുക്കാതെ നമുക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വേരിയബിൾ കൊടുക്കണം. ഈ റേഞ്ചിൻ്റെ സ്ഥലത്താണ് നമ്മൾ ഈ സ്ട്രിങ് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്കവിടെ ഒരു റേഞ്ചായിട്ട് കിട്ടിയത്. അതിന് പകരം നമുക്ക് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ട് ഞാൻ അവിടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നമ്പറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, ലിസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വേരിയബിളിൻ്റെ പേര്, എൻ എന്ന് പറയുന്നത്. ഫോർ ഐ ഇൻ എൻ എന്ന് കൊടുക്കുമ്പോഴത്തേക്കും എന്നിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളത് ഓരോന്നായിട്ട് എനിക്ക് എഴുതി കാണിക്കും. അതാണ് ചെയ്യുന്നത്. സേവ് ചെയ്തു. കണ്ടില്ലേ? ഇതേപോലെയാണ് ഫോർ ലൂപ്പിൽ ചെയ്യുന്നത്. ഇവിടെ ഞാൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ കീവേഡ് ഡയറക്റ്റായിട്ട് ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. റേഞ്ചിൻ്റെ അകത്ത് 1,11 എന്ന് കൊടുത്തിട്ടുണ്ട്. റേഞ്ചിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെപ്പോഴും നമ്പർ കൊടുക്കുമ്പോൾ ലിസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന പോലെ കോമ ഇട്ട് വേണം ഇവിടെ കൊടുക്കാൻ. നമ്മൾ ഇവിടെ ലിസ്റ്റിൽ കൊടുക്കുന്ന പോലെ ഫുൾ നമ്പറും കൊടുക്കണ്ട. നമുക്കിപ്പം സീക്വൻസ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മൊത്തം കൊടുത്താൽ മതി. ഇതിലെന്ന് പറയുന്നത് ഇവിടുന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ഓരോ ലൈനിലായിട്ട് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് റേഞ്ച് എന്ന ഫംഗ്ഷൻ കൊടുത്തിട്ട് 1,11 കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിസ്റ്റൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒരു വേരിയബിൾ കൊടുത്ത് അതിൽ ലിസ്റ്റിനകത്ത് കുറേ നമ്പർ ഇട്ടിട്ട് അത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് ഇത് ഡയറക്റ്റായിട്ട്
ഈ ചെറിയൊരു സംഭവം കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് വാല്യൂസ് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും 1,11 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പക്ഷേ എനിക്ക് 1 മുതൽ 10 വരെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ റേഞ്ചിനകത്ത് നമ്മളൊരു വാല്യൂ എടുക്കുമ്പോഴത്തേക്കും അതിൽ ഇത് ഈ 1 എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ ആണ്, ഈ രണ്ടാമത്തെ ഈ 11 എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ലാസ്റ്റ് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് -1 എന്ന വാല്യൂ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ -1 വച്ചിട്ടാണ് നമുക്ക് വാല്യൂസ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 10 വരാനായിട്ട് ഒരു എക്സ്ട്രാ നമ്പർ കൂടെ ആഡ് ചെയ്ത് നമ്മളിവിടെ കൊടുക്കുന്നത്. എന്നാലേ ഒരെണ്ണം മൈനസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അടുത്തത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരും, നിങ്ങളത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാനാണ്. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇപ്പം നിങ്ങൾ പഠിച്ച് വെച്ച് നമുക്ക് എങ്ങനെ പറ്റുമെന്ന് നോക്കണം. അത് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഔട്ട്പുട്ടും കോഡും നോക്കണം. ഇവിടെ ഞാൻ 2ൻ്റെ ടേബിളാണ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഞാനൊരു വേരിയബിൾ എ എന്ന് പറഞ്ഞ വേരിയബിൾ = 2 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഫോർ എന്നതിൻ്റെ ഐട്രേഷൻ തുടങ്ങി. അത് 1 മുതൽ 11 വരെയുള്ള ഓരോ നമ്പേഴ്സും എനിക്ക് എഴുതി കാണിക്കാം. അതിൽ കൂടെ ഞാൻ ഈ a ഇൻറ്റു ഐ കൊടുത്ത് = a ഇൻറ്റു ഐ എന്ന് കൊടുത്തു. ഇങ്ങനെ ഇവിടുന്ന് ഓരോ നമ്പറും ഇവിടുന്ന് ഓരോ നമ്പർ എടുത്ത് ഐയിൽ കൊണ്ടുപോയിക്കും. ആ ഐ ഇവിടെ വരും, ഈ സ്ഥലത്തെ ഭാഗത്ത് വരും. എ എന്ന് പറയുന്നത് ഈ 2 ആണ്, ഈ 2 മാറുന്നില്ല. ഈ 2 ഇവിടെ ഇൻറ്റു എന്ന് പറയുന്ന സിമ്പൽ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. കോഡ്സിനകത്ത് സ്ട്രിങ് ആയിട്ട് കൊടുത്തു, ഐ = എന്ന് കാണിച്ചു. എന്നിട്ട് a ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കാണിക്കണം. നമ്മൾ ഒരു ടേബിൾ 2ൻ്റെ ടേബിൾ വരുമ്പോൾ അത് 2 × 1 = 2 അങ്ങനെ എഴുതി കാണിക്കണം. അതേപോലെ ഇവിടെ 2 വരും, ഇവിടെ ഇൻറ്റു വരും, ഇവിടെ ഐന് എന്തെന്ന് വാല്യൂ ഇവിടുന്ന് വരുന്ന ഇവിടുന്ന് ആദ്യം 1 വരും, അപ്പോൾ ഇവിടെ 1 വരും. 2 × 1 വരും = a ഇൻറ്റു ഐ. a ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ ഇപ്പോൾ വന്ന വാല്യൂ തന്നെ ഇവിടെയും വരും. എന് നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂ 2 ഉണ്ട്, അതിന് ഇപ്പം ഇവിടുന്ന് ഉണ്ടായി വന്ന വാല്യൂ 1 ഉണ്ട്. അങ്ങനെ ഔട്ട്പുട്ടായിട്ട് അതിൻ്റെ ആൻസറായിട്ട് എഴുതി കാണിക്കും. അങ്ങനെ ഓരോന്നിനും വാല്യൂ മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും. റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എത്രമാത്രം പറയുന്നുള്ളൂ, നമുക്ക് ബൈ ലൂപ്പ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എത്രമാത്രം പറയുന്നുള്ളൂ. താങ്ക് യു.